أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الصلاة والسلام على سيدنا محمد وعلى آله وأصحابه وأتباعه أجمعين. اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. اللهم رب يسر ولا تعسر، رب زدنا علما وحلما وحفظا وعقلا وأدبا كاملا. رب تمم بالخير والسعادة برحمتك يا أرحم الراحمين. اللهم انفعنا بما علمتنا وعلمنا ما ينفعنا وزدنا علما. الحمد لله على كل حال، ونعوذ بالله من أحوال أهل النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وما نرسل المرسلين إلا مبشرين ومنذرين ويجادل الذين كفروا بالباطل ليدحضوا به الحق واتخذوا آياتي وما أنذروا هزوا. ومن أظلم ممن ذكر بآيات ربه فأعرض عنها ونسي ما قدمت يداه. إنا جعلنا على قلوبهم أكنة أن يفقهوه وفي آذانهم وقرا وإن تدعهم إلى الهدى فلن يهتدوا إذا أبدا. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധവും പരിപാവനവുമായ ഈ ദീനിയായ ഇൽമിയായ ഈമാനിയായ മജ്‌ലിസിൽ ഒരുമിച്ച് കൂട്ടി തന്നതുപോലെ നമ്മളോട് പറയുന്നതും കേൾക്കുന്നതുമായ കാര്യങ്ങൾ അല്ലാഹുവിന്റെ അടുക്കൽ സ്വീകാര്യതയുള്ള ഖബൂലിയത്തുള്ള അമലാക്കി അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. നമ്മളോട് ചിലവഴിക്കുന്ന സമയങ്ങൾ നമ്മുടെ നന്മയുടെ ഏടുകളിൽ രേഖപ്പെട്ട് കാണുവാൻ, കൺകുളിർക്കുന്ന നന്മയായിട്ട് പരലോകത്ത് നേട്ടമുള്ള നിമിഷങ്ങളായിട്ട് അല്ലാഹുവിന്റെ അടുക്കൽ എണ്ണപ്പെടുവാൻ അല്ലാഹു വലിയ സൗഭാഗ്യം തരുമാറാകട്ടെ. നല്ല നിയത്തോടുകൂടെ ഇൽമിനെ കേൾക്കുകയാണ്, ഖുർആനെ കേൾക്കുകയാണ്, ഖുർആനെ പറയുകയാണ്. അല്ലാഹുവിന്റെ ഖുർആൻ കേൾക്കാൻ അല്ലാഹു സൗഭാഗ്യം കൊടുക്കുന്നത് അല്ലാഹു ഇഷ്ടപ്പെട്ടവർക്ക് മാത്രമാണ്. അല്ലാഹുവിന്റെ ഖുർആനെ കുറിച്ച് സംസാരിക്കാൻ അല്ലാഹു സൗഭാഗ്യം കൊടുക്കുന്നത് അല്ലാഹുവിന്റെ വേണ്ടപ്പെട്ടവർക്ക് മാത്രമാണ്. ദുനിയാവിലെ സകല സൗകര്യങ്ങളും അല്ലാഹു എല്ലാവർക്കും വാരി വാരി കൊടുക്കും. അത് ചിലപ്പോൾ പരീക്ഷണമായിട്ട് കൊടുക്കും, ചിലപ്പോൾ ശിക്ഷയായിട്ട് കൊടുക്കും. പക്ഷെ അല്ലാഹു ദീനിയായ അനുഗ്രഹങ്ങളെ നൽകുന്നത്, അല്ലാഹുവിന്റെ ദീനിന്റെ കാര്യങ്ങളിൽ ഇടപെടാൻ അവസരം കൊടുക്കുന്നത്, ദീന് പറയാൻ, ദീന് കേൾക്കാൻ, ദീനി മജ്‌ലിസിൽ വന്നിരിക്കാൻ, അല്ലാഹുവിന്റെ ദീനിന്റെ സ്ഥാപനത്തിൽ കുറച്ച് സമയം ചെലവഴിക്കാൻ, അല്ലാഹുവിന്റെ ദീനിന്റെ കാര്യങ്ങൾ ഏതെങ്കിലും പറയുമ്പോൾ അതിലേക്ക് സമ്പത്ത് ചെലവഴിക്കാൻ, അതിൽ ഏതെങ്കിലും ഒരു വ്യക്തിയുടെ മനസ്സോ ചിന്തയോ ബുദ്ധിയോ സാമർഥ്യമോ പ്രയോജനപ്പെടുത്താൻ അല്ലാഹു അവസരം കൊടുക്കുന്നത് അല്ലാഹു ആളെ ഇഷ്ടപ്പെടുന്നു എന്നതിന്റെ തെളിവാണ്. അൽഹംദുലില്ലാഹ്. ആ നിലയ്ക്ക് നമുക്ക് എല്ലാവർക്കും അല്ലാഹുവിനെ സ്തുതിക്കാം. പടച്ച റബ്ബ് തരുന്ന അനുഗ്രഹങ്ങളെ ഓർമ്മിക്കലും അതിനെ സ്തുതിക്കലും ഒരു പുണ്യമാണ്, ചെറിയ പുണ്യമല്ല. ഒരുപാട് പുണ്യങ്ങളെ വലിച്ചെടുപ്പിക്കുന്ന മഹാപുണ്യമാണ്. അല്ലാഹു അത് ഇഷ്ടപ്പെടുന്നുണ്ട്. അല്ലാഹുവിന്റെ അടിമകളെ ശക്കൂറായി, സക്കൂറായി, അല്ലാഹുവിനെ ഒരുപാട് ഓർക്കുന്നവരും പറയുന്നവരും ചിന്തിക്കുന്നവരുമായി നന്ദിയുള്ള ദാസനായിട്ട് കാണാൻ അല്ലാഹുവിന് ഇഷ്ടമാണ്. അപ്പൊ അതുകൊണ്ട് പടച്ച റബ്ബ് നമ്മുടെ മേൽ ചൊരിഞ്ഞു തന്ന കോടാനുകോടി അനുഗ്രഹങ്ങളെ എണ്ണി തിട്ടപ്പെടുത്താനാവാത്ത ഒരായിരം അനുഗ്രഹങ്ങളെ ഇന്നത്തെ പ്രഭാതം മുതൽ
വരെ അല്ലാഹുവിൽ നിന്ന് നമ്മൾ നേടിയെടുത്ത അനുഭവിച്ചറിഞ്ഞ ആസ്വദിച്ചറിഞ്ഞ 1000 നിഅമത്തുകളെ ഒന്നായിട്ട് ഓർമ്മിച്ചിട്ട് മനസ്സിന്റെ അഗാധതയിൽ നിന്ന്, മനസ്സിന്റെ ഉള്ളിന്റെ ഉള്ളകത്തിൽ നിന്ന് ഉടയ തമ്പുരാനോടുള്ള സ്തുതിയുടെ, നന്ദിയുടെ, കടപ്പാടിന്റെ, ഗ്രാറ്റിറ്റ്യൂഡിന്റെ ആ ഒരു നിർഗളിക്കൽ, ഒരു ഉറവപ്പെട്ടൽ അങ്ങുണ്ടാവട്ടെ. അള്ളാഹുവിനത് ഇഷ്ടമാണ്, അള്ളാഹു അത് പ്രതീക്ഷിക്കുന്നു. അള്ളാഹുവിന്റെ അടിമയിൽ നിന്ന് അങ്ങനെ പ്രതീക്ഷിക്കുന്നു. എന്റെ മേൽ ചെയ്ത മാത്രമല്ല, എന്റെ മാതാപിതാക്കളുടെ മേൽ ചെയ്തത് വരെ, എന്റെ കുടുംബത്തിന്റെ മേൽ ചെയ്തതും, എന്റെ മക്കൾക്ക് ചെയ്തതും, എന്റെ സ്ഥാപനത്തിൽ ചെയ്തതും, എന്റെ സംരംഭത്തിൽ ചെയ്തതും, ഞാൻ തുടങ്ങി വെച്ച ഓരോ കാര്യങ്ങളിൽ അല്ലാഹു ചെയ്തു തന്ന 1000 നിഅമത്തുകളെ, അനുഗ്രഹങ്ങളെ ഓർത്തു വെച്ചിട്ട് ഒരു സ്ഥലത്തൊന്ന് ഒറ്റയ്ക്ക് ഇരുന്നിട്ട് അല്ലെങ്കിൽ കൂട്ടത്തിൽ ഇരുന്നിട്ട് അള്ളാഹുവിനെ ഒന്ന് മനസ്സിന്റെ അഗാധതയിലേക്ക് ആവാഹിച്ചെടുത്തിട്ട് ഒന്ന് സ്തുതിച്ചു നോക്കിയാൽ എത്ര രസമായിരിക്കും, എത്ര സുഖമായിരിക്കും. അള്ളാഹു അത്തരത്തിൽ നന്ദിയുള്ള ദാസന്മാരെ കൊടുത്ത് അള്ളാഹു നമ്മളെ പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാൽ അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാൽ വനഊദു ബില്ലാഹി മിൻ അഹ്വാലി അഹ്ലിനാ. അൽഹംദുലില്ലാഹ് നമ്മുടെ തസ്ബീഹായിട്ട് മാറണം. മഹാനായ അത്തിപ്പറ്റ ഉസ്താദ് അവരുകളെ കുറിച്ചൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ, കണ്ടിട്ടുമുണ്ട്. അപ്പൊ അവരുടെ അടുത്ത് ഇരിക്കുമ്പോ അവരിങ്ങനെ ഉരുവിട്ടുകൊണ്ടേ, എന്താ ഉരുവിട്ടുകൊണ്ടേന്ന് അറിയാം? അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ്. മുഖത്ത്, ചുണ്ടില്, താടിയിൽ ക്യാൻസർ വന്നിട്ടുണ്ട്. താടി നമുക്ക് കുറച്ച് പോയി, ചുണ്ടൊക്കെ കോടി വല്ലാത്തൊരു സാഹചര്യത്തിലൊക്കെ വിഷമിച്ചു പോയിട്ടുണ്ട് ഉസ്താദ്. ഒരുപാട് പരീക്ഷണങ്ങൾക്കൊക്കെ വിധേയമായിട്ടുണ്ട് ഉസ്താദ്. പക്ഷേ എങ്കിലും ഉസ്താദിന്റെ നാവിൽ നിന്ന് ഈ ഒരു മന്ത്രം വിട്ടുപോകാറില്ല. നമ്മളും അങ്ങനെയുള്ള മന്ത്രത്തിലേക്ക്, അങ്ങനെ ഒരു നന്ദി വാക്കിലേക്ക്, നന്ദി പ്രകടനങ്ങളിലേക്ക്, നന്ദിയുള്ള ചിന്തയിലേക്ക്, എന്നയുള്ള വർത്തമാനങ്ങളിലേക്ക് നമ്മൾ വന്നാൽ ശുക്റാണ്. നിഅമത്തിനെ കൂടുതൽ കൂടുതൽ വർദ്ധിപ്പിക്കുവാനും അത് വലിച്ചടിപ്പിക്കുവാനും നമ്മുടെ ഭാഗത്ത് നിന്നുണ്ടാകേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം ശുക്റാണ്. നന്ദിയുള്ള ദാസനാകുക, നന്ദിയുള്ള ദാസനാകുക. അല്ലാഹു അത്തരത്തിൽ കബൂലാക്കട്ടെ. അൽഹംദുലില്ലാഹ്. വിശദമായ ഖുർആൻ സൂറത്തുൽ കഹ്ഫ് 56-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് പറയുന്നത്, കഴിഞ്ഞ ഒരു ആയത്തിൽ ചെറിയൊരു കാര്യം പറഞ്ഞു വെക്കാനാണ്, അതിനുശേഷം ഞാൻ അതിലേക്ക് വരാം. وَلَقَدْ صَرَّفْنَا فِي هَذَا الْقُرْآنِ لِلنَّاسِ مِنْ كُلِّ مَثَلٍ وَكَانَ الْإِنسَانُ أَكْثَرَ شَيْءٍ جَدَلًا. വിശുദ്ധമായ ഖുർആനെ സംബന്ധിച്ച് നമ്മൾ പറഞ്ഞിരുന്നു. അതിന്റെ ഒരു ചെറിയ ഭാഗം അങ്ങ് പറയാൻ ഞാൻ ബാക്കി വെച്ചിരുന്നു. وَكَانَ الْإِنسَانُ أَكْثَرَ شَيْءٍ جَدَلًا. മനുഷ്യൻ വല്ലാത്ത താർക്കികനാണ്. എപ്പോഴും ജദല, തർക്കം. ഏത് പറഞ്ഞാലും തർക്കം. ഒന്നിനോടും ഇണങ്ങൂല, ഒന്നിനോടും ഒതുങ്ങൂല. ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അല്ലാഹു സുബ്ഹാനഹു വ തആല, അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഒരു ഹദീസ് നമുക്ക് കാണാം. എല്ലാത്തിനോടും ഇണങ്ങാനും ഒതുങ്ങാനും നമുക്ക് പറ്റണം. ഏതൊരു സാഹചര്യത്തിൽ കൊണ്ടുവച്ചാലും അതിന്റെ ചുറ്റുപാടുകളോട് ഇണങ്ങാൻ, ചുറ്റുമുള്ളവരോട് ഇണങ്ങാൻ. ഏതൊരു ഫാമിലിയിൽ കയറി ചെന്നാലും, ഏതൊരു സംഘടനയിൽ കയറി ചെന്നാലും, ഏതൊരു ക്ലാസ്സിൽ കയറി ചെന്നാലും, ഏതൊരു സംരംഭത്തിലേക്ക് ഇറങ്ങി ചെന്നാലും, വ്യത്യസ്തമായ പരിതസ്ഥിതികളും വ്യത്യസ്തമായ സ്വഭാവങ്ങളും വ്യത്യസ്തമായ സംസ്കാരങ്ങളൊക്കെ സംഗമിക്കുന്ന ഇടയ്ക്ക് ചെല്ലുമ്പോൾ നമ്മൾ അതിൽ വ്യത്യസ്തരാകാതെ അതിന്റെ ഒരു ഭാഗമായിട്ട് മാറുക എന്നുള്ളത് സത്യവിശ്വാസിയുടെ പ്രധാന വിശേഷണമാണ്. ഒരു അനുസരണയുള്ള ഒട്ടകത്തെ പോലെ ആയിത്തീരും എന്നാണ് ഒരു സത്യവിശ്വാസിയുടെ സ്വഭാവം. ഇവിടെ മനുഷ്യനെ സംബന്ധിച്ച് അല്ലാഹു ഒരു പരാതി പറയുകയാണ്. എന്താ മനുഷ്യൻ? വല്ലാത്ത താർക്കികനാണ് മനുഷ്യൻ. എപ്പോഴും എന്തിനും തർക്കിക്കും. മനുഷ്യൻ എന്തിനും തർക്കിക്കുന്ന ഒരു സ്വഭാവമാണ്. ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അൽ-ഇൻസാൻ എന്നത് നദർ ബിനുൽ ഹാരിസ് എന്നൊരാളാണ് എന്ന് പറയപ്പെടുന്നുണ്ട്. ഉബയ്യ് ബിൻ ഖലഫാണ് എന്ന് പറയപ്പെടുന്നുണ്ട്. പല അഭിപ്രായങ്ങളുമുണ്ട്. ചില സജാജ് എന്നുപോലെ പറയുന്നത് കാഫിറിനെ പറ്റിയാണ്. അതുകൊണ്ടാണ് അവന്റെ കുഫ്ർ പ്രകടമായത്, അവിശ്വാസവും നന്ദികേടും പ്രകടമായത് എന്ന് പറയപ്പെടുന്നുണ്ട്.
അനസ് റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്ത ഹദീസിൽ കാണാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയുണ്ടായി, ഖിയാമത്ത് നാളിൽ കുഫാറുകൾപ്പെട്ട ഒരു മനുഷ്യനെ കൊണ്ടുവരും. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അവനോട് പറയും, അവനോട് ചോദിക്കും, മാ സനഅത ഫീമാ അർസൽതു ഇലൈക, ഞാൻ നിനക്ക് താക്കീതുകാരെയും മറ്റുമൊക്കെ അറിയിച്ചു തന്നായിരുന്നല്ലോ, അയച്ചു തന്നായിരുന്നല്ലോ, നീ എന്താ ചെയ്തത്? ഫയഖൂലു റബ്ബി ആമൻതു ബിക വസദ്ദഖ്തു ബിറുസുലിക വഅമിൽതു ബികിതാബിക എന്ന് അല്ലാഹുവോട് അവൻ മറുപടി പറയും. എന്താ പറയുന്നത്? അല്ലാഹുവേ, നിന്നെ കൊണ്ട് ഞാൻ വിശ്വസിച്ചു, നിന്റെ ദൂതിനെ കൊണ്ട് ഞാൻ അംഗീകരിച്ചു, നിന്റെ കിതാബ് കൊണ്ട് ഞാൻ അമൽ ചെയ്തു. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല അവനോട് പറയും, അത്രേ, ഹാദിഹി സഹീഫ ഇത് നിന്റെ ഏടാണ്. നീ നിന്റെ ജീവിതത്തിൽ ചെയ്ത നന്മ തിന്മകളെ പകർത്തി വെച്ച ഒരു പേജാണ് കാണുന്നത്. പക്ഷെ ഇതിൽ നീ പറഞ്ഞതൊന്നും കാണുന്നില്ലല്ലോ. അപ്പൊ അവൻ പറയും, ഇനി ലാ അഖ്ബലു മാ ഫീ ഹാദിഹി സഹീഫ, ഇത് ഞാൻ സ്വീകരിക്കില്ല. ഉടനെ തന്നെ അടിമയായ മനുഷ്യൻ പറയുന്നു, ഇത് ഞാൻ സ്വീകരിക്കില്ല. ഞാൻ എന്റെ മാലാഖമാരെ ഭൂമിയിൽ വിധാനിച്ചിരുന്നു, ഭൂമിയിൽ വിന്യസിച്ചിരുന്നു. അവര് നിന്റെ നന്മതിന്മകളെ പകർത്തി വെച്ച ഏടാണിത്. എന്നാൽ അവൻ അംഗീകരിക്കില്ല. അതാണ് മനുഷ്യന്റെ തർക്കം. അവൻ പറയാണ്, അങ്ങനെ മലക്കുകൾ എഴുതി വെച്ച് ഏടാണെന്ന് പറഞ്ഞപ്പോ പറയുകയാണ്, വലാ അഖ്ബലു യാ റബ്ബ്, അതും ഞാൻ സ്വീകരിക്കില്ല. മാഫി ഹാദിഹി സഹീഫ, ഈ ഏടിലുള്ളത് ഞാൻ അംഗീകരിക്കൂല. വകൈഫ അഖ്ബലുഹും, അവരെങ്ങനെ ഞാൻ സ്വീകരിക്കാനാണ്? വലാഹും മിൻ ഇൻദി വലാ മിൻ ജിഹതി, അവരെ ഞാൻ വിട്ടതല്ല, ഞാൻ നിർണയിച്ചതല്ല. ഫഖുലുല്ലാഹു തആല പറയും, ഹാദൽ ലൗഹുൽ മഹ്ഫൂദ് ഉമ്മുൽ കിതാബി ഖദ് ഷഹീദ ബിദാലിക, ഈ ലൗഹുൽ മഹ്ഫൂദ് ആകുന്ന ഉമ്മുൽ കിതാബ് എന്ന് അറിയപ്പെടുന്ന എല്ലാ കാര്യങ്ങളും എഴുതി വെച്ചിരുന്ന, രേഖപ്പെടുത്തി വെച്ചിരിക്കുന്ന ഈ ഗ്രന്ഥം, ഇതിൽ നിന്നെ സംബന്ധിച്ച് സർവ്വതുമുണ്ട് എന്നവൻ പറയാം. അള്ളാഹു പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പം അവൻ അത് അംഗീകരിക്കേണ്ടി വരും. എന്നിട്ടും അവൻ അംഗീകരിക്കാതെ നിൽക്കുന്ന ഒരു സാഹചര്യത്തെ സംബന്ധിച്ച് പറയുന്നുണ്ട്, അലം തുജിർനി മിനൽ ദുൽമി ഖാല ബലാ, ദുൽമിൽ നിന്ന്, അക്രമത്തിൽ നിന്ന്, അന്യായത്തിൽ നിന്ന് എന്നെ മോചിപ്പിക്കുകയില്ലേ? അപ്പൊ അള്ളാഹു പറയും, അതെ. അപ്പൊ അവൻ വീണ്ടും പറയാണ്, ലാ ഖബലു ഇല്ലാ ഷാഹിദൻ അലയ്യ മിൻ നഫ്സി, എന്റെ നഫ്സിൽ നിന്ന് ഒരു തെളിവിനെ നീ വെച്ചെങ്കിലേ ഞാൻ ഇതിനെ അംഗീകരിക്കൂ. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ നഫ്സിൽ നിന്ന് തന്നെ അവന് തെളിവ് കാണിച്ചു കൊടുത്തു. അവൻ ചെയ്തു വെച്ചതിന്, അവൻ കാട്ടിക്കൂട്ടിയതിന്, അവൻ സന്നിഹിതായതിന് അവന്റെ നഫ്സിൽ നിന്ന് തന്നെ അല്ലാഹു അവന് തെളിയിച്ചു കൊടുത്തു. ഫയുഖ്തമു അലാ ഫീഹി, അപ്പോൾ അവന്റെ വായിൽ സീൽ വെക്കപ്പെടും. പിന്നെ അവന്റെ അവയവങ്ങൾ സംസാരിക്കാൻ തുടങ്ങും. അവൻ ചെയ്ത ശിർക്കിനെ പറ്റി. പിന്നെ അവന്റെ അവയവങ്ങൾ സംസാരിച്ചു തുടങ്ങുമ്പോ ആ അവയവങ്ങൾ ഓരോന്നും കണ്ണ് ചെയ്തത്, കാത് ചെയ്തത്, കൈ ചെയ്തത്, ശരീരത്തിന്റെ ഓരോ അവയവങ്ങളെ കൊണ്ടും ചെയ്തു നോക്കിയത്. സൂറത്ത് യാസീൻ, അൽയൗമ നഖ്തിമു അലാ അഫ്വാഹിഹിം വതുകല്ലിമുനാ അയ്ദീഹിം വതശ്ഹദു അർജുലുഹും ബിമാ കാനൂ യക്സിബൂൻ. ഇന്ന് നഖ്തിമു അലാ അഫ്വാഹിഹിം, അവിടെ വായുവിൽ സീൽ വെക്കും. പിന്നെ അല്ലാഹുവിന്റെ മുന്നിൽ ന്യായം പറയാൻ കഴിയില്ല. ഇതുവരെ അല്ലാഹു വ്യക്തമായിട്ട് തെളിവുകൾ റെക്കോർഡാക്കി അവന്റെ മുന്നിൽ കാണിച്ചിട്ട് അവൻ അംഗീകരിക്കാൻ തയ്യാറായില്ല. അല്ലാഹു എത്ര മാന്യനാണെന്ന് ആലോചിച്ചു. അല്ലാഹു എത്ര വ്യക്തതയോടെ, കൃത്യതയോടെയാണ് നാം ചെയ്തു വെച്ചതിനെ റെക്കോർഡാക്കി വെച്ചിരിക്കുന്നത്. നമ്മുടെ മുന്നിൽ നാളെ തുറന്ന് കാണിച്ചു തരാൻ നമുക്ക് അവിടെ ഒരു ന്യായവാദം ചെയ്യാൻ കഴിയില്ല. എന്നല്ല, നമ്മുടെ വായുവിൽ സീൽ വെക്കപ്പെടുകയാണ്. കരങ്ങൾ സംസാരിക്കുന്ന ദിവസം, നമ്മുടെ കരങ്ങൾ സംസാരിക്കുന്ന ദിവസം, കാലുകൾ സാക്ഷിയാകുന്ന ദിവസം, ചെയ്തതിനെ, സമ്പാദിച്ചു വെച്ചതിനെ, അവന്റെ കരങ്ങൾ പ്രവർത്തിച്ചതിനെ, നാവ് കൊണ്ട് പറഞ്ഞതിനെ, ഓരോന്നിനെയും അല്ലാഹുവിന്റെ മുന്നിൽ കൈ പറയും, കാത് സാക്ഷി നിൽക്കും. വല്ലാത്ത ദിവസമാണ്. അല്ലാഹു സുബ്ഹാനഹു നമുക്ക് ആ ഒരു കെടുതിയിൽ നിന്ന് രക്ഷപ്പെടുത്തുമാറാകട്ടെ. അപ്പൊ അല്ലാഹുവിന്റെ മുന്നിൽ
എടുത്തു വെക്കപ്പെടുന്ന അമലുകളുടെ മുന്നിൽ നാളെ നമ്മൾ ഫളീഹത്തായി പോകാതെ, നാളെ നമ്മൾ അല്ലാഹുവിന്റെ മുന്നിൽ നിന്ദരായി പോകാതെ, പരിഹസിക്കപ്പെട്ടു പോകാതെ ഇരിക്കാൻ അമലുകളെ നന്നാക്കി വെക്കുക. അതിന്റെ ഒരു പരിവർത്തനത്തിന്റെ നല്ല ഒരു സാഹചര്യത്തിലൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. പരിശുദ്ധമായ റജബ് ഇപ്പോൾ നമ്മൾ വിത്തിടാനോ പറഞ്ഞേക്കുന്നത്. റജബിൽ വിത്തിടണം. റമളാനിൽ കൊയ്യാൻ ആഗ്രഹിക്കുന്നവരെ റജബിൽ വിത്തിടണം, ശഅബാനിൽ നനയ്ക്കണം. പരിശുദ്ധ റമളാൻ വരുമ്പോഴാണ് നമുക്ക് കൊയ്യാനിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് നമ്മുടെ ഹൃദയാന്തർഭാഗങ്ങളിൽ ഈ വിത്തിടട്ടെ. അള്ളാഹുവിനെ കുറിച്ചുള്ള പേടിയുടെ വിത്ത്, അള്ളാഹുവിനെ കുറിച്ചുള്ള സ്നേഹത്തിന്റെ, ഇഷ്ടത്തിന്റെ വിത്ത്, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ചുള്ള മഹബ്ബത്ത് റസൂലിന്റെയും ഇഷ്ഖ് റസൂലിന്റെയും ഒക്കെ വിത്ത് നമ്മുടെ ഉള്ളിൽ പാകി, അതിനെ നനച്ച്, അതിനെ നല്ലതുപോലെ പരിപാലിച്ച് പരിശുദ്ധ റമളാനോടുകൂടി സമ്പൂർണമായ ഒരു ഈമാനികമായ ജീവിതത്തിലേക്ക് കടന്നു പോകാൻ അള്ളാഹു നമുക്ക് ഏവർക്കും സൗഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അടുത്ത ആയത്തിൽ അള്ളാഹു പറയാം, വമാ നർസിലുൽ മുർസലീന ഇല്ലാ മുബശ്ശിരീന വമുൻദിരീൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യന്മാരെ പടച്ചു പ്രപഞ്ചത്തിന്റെ ഖലീഫയായി നിയോഗിച്ചിട്ട് അല്ലാഹു നീ നന്മയുടെ ഭാഗത്ത് നിൽക്കണം, തിന്മയുടെ ഭാഗത്തേക്ക് തിരിഞ്ഞു പോലും പോകരുത് എന്ന് പറഞ്ഞിട്ട് കൈവിടുകയല്ല ചെയ്തത്. അല്ലാഹു കാലാകാലങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മുർസലീങ്ങളെ, നിയോഗിതരെ, ദൂതന്മാരെ, മെസ്സഞ്ചർമാരെ അല്ലാഹു അയച്ചുകൊണ്ടേയിരുന്നു. ആദ്യം അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യനായിട്ട് ജീവിക്കാനുള്ള ദൂതരെ, ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം, മനുഷ്യന്റെ ആദ്യ പിതാവായിട്ടുള്ള ആദം നബി അലൈഹിസ്സലാം, ഇദ്രീസ് നബി അലൈഹിസ്സലാം, അങ്ങനെ വന്ന നൂഹ് നബി അലൈഹിസ്സലാം വരെയുള്ള മനുഷ്യ ജീവിതത്തിന്റെ തർത്തീബ്, മനുഷ്യൻ എങ്ങനെ ജീവിക്കണം, മനുഷ്യനായി എങ്ങനെ വീട് വെക്കണം, എങ്ങനെ വസ്ത്രം തുന്നണം, എങ്ങനെ പാചകം ചെയ്യണം, ഒരു മനുഷ്യ ജീവിതത്തിന്റെ സംസ്കൃതിയുടെ സംസ്ഥാപനത്തിന് അനിവാര്യമായ സംഗതികൾ എന്തൊക്കെ. അന്നൊന്നും തശ്രീരിന്റെ വഴിയില്ല, നിയമത്തിന്റെ വഴിയില്ല, തക്വീനിന്റെ വഴിയാണുള്ളത്. ബിൽഡിംഗ് മെറ്റീരിയൽസ്, വീടെങ്ങനെ, വസ്ത്രം എങ്ങനെ, ഒരു നാഗരികത എങ്ങനെ കെട്ടിപ്പടുക്കണം, അതാണ് മനുഷ്യനെ പഠിപ്പിച്ചത്. ഹസ്രത്ത് നൂഹ് നബി അലൈഹിസ്സലാം വന്നപ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല ശരീഅത്തിന്റെ ആദ്യ പ്രവാചകനായിട്ടാണ് നൂഹ് നബി അലൈഹിസ്സലാം നിയമിക്കുന്നത്. അവിടെ മുതലാണ് ശരീഅത്ത് വരാൻ തുടങ്ങിയത്, അതുമുതലാണ് പിന്നെ നിയമങ്ങൾ വരാൻ തുടങ്ങിയത്. അതിങ്ങനെ വന്ന് ഹസ്രത്ത് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ കാലമായപ്പോ പരിശുദ്ധ ഇസ്ലാമിന്റെ യുവത്വത്തിന്റെ തിളക്കുന്ന പ്രസരിക്കുന്ന സംഗതിയായിരുന്നു ഈ ഹസ്രത്ത് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ കാലം. സമീറ ഫതൻ യുഖാലു ലഹു ഇബ്രാഹിം, ഇബ്രാഹിം എന്ന അല്ലാഹുവിന്റെ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ കാലം അത് ഇസ്ലാമിന്റെ യുവത്വ കാലഘട്ടമായിരുന്നുവെങ്കിൽ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വന്നപ്പോൾ പക്വതയുടെ, പാകതയുടെ, പരിശുദ്ധമായ പവിത്രമായ 40 കാലയളവായിരുന്നു എന്നുണ്ടായത്. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്നാണ് ഇസ്ലാമിനെ പൂർത്തീകരിക്കുന്നത്. അപ്പോൾ മുർസലീങ്ങളെ അല്ലാഹു അയച്ചുകൊണ്ടേയിരുന്നു. വ്യത്യസ്ത കാലങ്ങളിൽ വ്യത്യസ്തമായ ഗോത്രങ്ങളിൽ നിന്ന് വ്യത്യസ്തമായ പ്രദേശങ്ങളിലേക്ക്, ചിലപ്പോൾ ചില ഗോത്രങ്ങളിലേക്ക്, ചില രാജ്യങ്ങളിലേക്ക്, ചില സമൂഹങ്ങളിലേക്ക്, അവസാനം മനുഷ്യരിലേക്കും ജിന്നുകളിലേക്കും ലോകത്തുള്ള സർവ്വചരാചരങ്ങളിലേക്കും അല്ലാഹു മുർസലീങ്ങളെ ഇർസാൽ ചെയ്തു. ഈ മുർസലീങ്ങളെ അയച്ചതിനെ സംബന്ധിച്ചുള്ള പറയുന്നത്, മുർസലീങ്ങളെല്ലാം നാം അയച്ചത് മുബശ്ശിരീന വമുൻദിരീൻ, താക്കീത് കൊടുക്കാനും സന്തോഷം അറിയിക്കാനുമാണ്, ബിശാറത്ത് കൊടുക്കാനും നദാറത്ത് ചെയ്യാനുമാണ്. എന്താണ് ബിശാറത്ത്? നന്മ ചെയ്തവരെ നിങ്ങൾ സന്തോഷിപ്പിക്കും, നിങ്ങൾക്ക് സന്തോഷമുണ്ട് നാളെ. വാഗ്ദാനം ചെയ്യപ്പെട്ട സ്വർഗ്ഗത്തിലേക്ക്, ഖബറിന്റെ സുഖത്തിലേക്ക്, വിശാലതയിലേക്ക്, അങ്ങനെ ഒരുപാട് നന്മകളുടെ വഴിയിലേക്ക് നിങ്ങൾ സന്തോഷത്തോടെ കടന്നവരെ അല്ലാഹു സുബ്ഹാനഹു വ തആല മുർസലീങ്ങളെ കൊണ്ട് ബിശാറത്ത് ചെയ്തുകൊണ്ടേയിരുന്നു. അതുപോലെ തന്നെ ഇൻദാറും നൽകിക്കൊണ്ടേയിരുന്നു, താക്കീത്. ശ്രദ്ധിക്കണേ, സൂക്ഷിക്കണേ, വളരെ ശ്രദ്ധിച്ചില്ലെങ്കിൽ, വളരെ സൂക്ഷിച്ചില്ലെങ്കിൽ തീർച്ചയായിട്ടും അപകടപ്പെട്ടു പോകും. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൃത്യമായിട്ട് അതിന്റെ താക്കീതുകൾ കൃത്യമായ സമയങ്ങൾ നമുക്ക് നൽകിക്കൊണ്ടേയിരുന്നു. എന്നാലും മനുഷ്യൻ അശ്രദ്ധമായി തീയിലേക്ക് ഓടിയെടുക്കുകയാണ്. ഈ തീ കത്തിച്ചു വെക്കുമ്പോ, മെഴുക് തീ കത്തിച്ചു വെക്കുമ്പോ അതിലേക്ക് ഈയാമ്പാറ്റകൾ ഇങ്ങനെ വന്ന് പറ്റുമല്ലോ. അപ്പൊ അതിലിങ്ങനെ ആ ഈയാമ്പാറ്റകൾ ഒന്ന് പറ്റി കരിഞ്ഞു പോകാതിരിക്കാൻ ഇങ്ങനെ കമ്പ് കൊണ്ടും കൈ കൊണ്ടും
മറ്റുമൊക്കെ ഇങ്ങനെ തടഞ്ഞു നിൽക്കുന്ന പോലെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ കത്തിയാളുന്ന നരകത്തിന് മുന്നിൽ നമ്മളോട് ശക്തമായി ഇൻകാറിന്റെ താക്കീദിന്റെ സ്വരവുമായിട്ട് എപ്പോഴും നിന്നു. അരുതേ, അങ്ങനെ പറയരുതേ, അങ്ങനെ ചിന്തിക്കരുതേ, അങ്ങനെ നടന്നു പോകരുതേ, അബദ്ധപ്പെട്ടു പോകുമേ പറഞ്ഞുകൊണ്ടേയിരുന്നു. ഓരോ റസൂലും അവരുടെ ഇൻകാറും വിശാർക്കും അതവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് സഹീഹ് മുസ്ലിമിൽ ഉദ്ധരിക്കുന്ന ഒരു ഹദീസ് കാണാം. അബൂ മൂസ അൽ-അശ്അരി റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുകയാണ്, ഇന്ന മസലി വ മസല മാ ബഅസനി അല്ലാഹു ബിഹി കമസലി റജുലിൻ അതാ ഖൗമഹു. എന്റെ ഉപമ എന്ന് പറയുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല കൃത്യമായി വിവരിച്ചു തരികയാണ് റസൂലുള്ളാഹിയുടെ നാവിലൂടെ സല്ലല്ലാഹു അലൈഹി വസല്ലം. കമസലി റജുലിൻ അതാ ഖൗമഹു, ഒരാൾ തന്റെ സമൂഹത്തിന്റെ അടുക്കലേക്ക് ചെന്നു. ഫഖാല, എന്നിട്ട് പറഞ്ഞു, യാ ഖൗമി ഇന്നി റഅയ്തുൽ ജയ്ശ ബിഐനയ്യ, നിങ്ങളെ ആക്രമിക്കാൻ വരുന്ന ഒരു സൈന്യത്തെ എന്റെ കണ്ണുകൊണ്ട്, എന്റെ നഗ്നനേത്രങ്ങൾ കൊണ്ട് ഞാൻ കണ്ടു സമൂഹമേ. വഇന്നി അനന്നദീറുൽ ഉദിയാൻ, ഞാൻ ശക്തമായ താക്കീതുകാരനാണ്, ഞാൻ വ്യക്തമായ താക്കീതുകാരനാണ്. കണ്ടിട്ടാണ് ഞാൻ പറയുന്നത്. നിങ്ങൾക്ക് ശത്രു വരുന്നുണ്ട്, നിങ്ങളെ ആക്രമിക്കാൻ, നിങ്ങളെ പിടിച്ചെടുക്കാൻ, നിങ്ങളെ കീഴടക്കാൻ ശത്രു ഇതാ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്ന് കൃത്യമായിട്ട് ഞാൻ താക്കീത് നൽകുന്ന ഒരാളാണ്. രക്ഷപ്പെട്ടോ, സലാമത്തിന്റെ വഴി തേടിക്കോ, അതേ ശത്രു വരുന്നുണ്ട്. ഒരു സമൂഹത്തിന്റെ മുന്നിൽ താക്കീതുകാരൻ വന്നിട്ട് താക്കീത് ചെയ്തപ്പോ ശത്രു വരുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോ അതിനെ വഴിപ്പെട്ട ഒരു സമൂഹം ഒരു സമൂഹം അതിനെ കളവാക്കി. അവരവരുടെ സ്ഥാനത്ത് തന്നെ നിലയുറപ്പിച്ചു. എന്നാൽ നേരം വെളുത്ത് നോക്കുമ്പോ ആ വന്ന സൈന്യം അവരെ കീഴടക്കി കഴിഞ്ഞു. എന്നെ അനുസരിച്ച, എന്നെ ഉൾക്കൊണ്ട ഒരാളിന്റെ ഉപമയാണ് ഞാൻ ഈ പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ സൈന്യം വരുന്നു എന്ന് പറഞ്ഞപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ സഫാ മർവ മലയുടെ മുകളിൽ കയറി നിന്നിട്ട് ആദ്യമായിട്ട് ദഅവത്തിന്റെ പ്രവർത്തനം ആരംഭിച്ച ഹദീസ് നമുക്ക് കാണാൻ പറ്റും. എന്തായിരുന്നു? സമൂഹമേ, നിങ്ങളെല്ലാം വരും, എല്ലാവരും ഓടിച്ചു. എന്നിട്ട് പറഞ്ഞ ഈ കാണുന്ന മലയുടെ അപ്പുറത്തുള്ള ഒരു സൈന്യം, ശക്തമായ ഒരു സൈന്യം നിങ്ങളെ കീഴടക്കാൻ വരുന്നു എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? അപ്പൊ എല്ലാവരും ഒരേ സ്വരത്തിൽ പറഞ്ഞു, ഞങ്ങൾ വിശ്വസിക്കും. കാരണം നാളിതുവരെ കള്ളം നിന്റെ നാവിൽ നിന്ന് നമ്മൾ കേട്ടിട്ടില്ല. ഇതുവരെ അങ്ങയുടെ നാവ് കൊണ്ട് കള്ളം പറയുന്നത് നമുക്ക് കേൾക്കാൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് ഞങ്ങളുടെ അടുക്കലേക്ക് ഒരു സൈന്യം ആർത്തലച്ച് വരുന്നു എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാതെ നിർവാഹമില്ല, ഞങ്ങൾ വിശ്വസിക്കും. അപ്പോഴാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിനെ കുറിച്ചും അല്ലാഹുവിന്റെ ആഖിറത്തിനെ കുറിച്ചും പരിചയപ്പെടുത്തിയത്. അപ്പോഴാണ് ചോദിക്കുന്നത്, തബ്ബലക് അലിഹാദാ ജമാഅതന, നാശം വരട്ടെ നിനക്ക്, ഇതിനാണ് ഞങ്ങൾ ഒരുമിച്ച് കൂട്ടിയത്. അപ്പൊ അല്ലാഹുവിനെ പറഞ്ഞപ്പോ, ആഖിറത്തിനെ പറഞ്ഞപ്പോ, ദൈവങ്ങളെ കൊണ്ട് കളിച്ചപ്പോ, ആദർശത്തിൽ കൈവച്ചപ്പോ അവരുടെ പ്ലേറ്റ് മാറി. നാളിതുവരെ കള്ളം പറയാത്തതാണ്. അപ്പുറത്തൊരു സൈന്യം വരുന്നു എന്ന് പറഞ്ഞാൽ വിശ്വസിക്കുമെന്ന് ആദ്യം ചോദിച്ചു. അപ്പൊ പറഞ്ഞു, അതെ ഞങ്ങൾ വിശ്വസിക്കും. എന്താ കാരണം? ഇതുവരെ കള്ളം പറഞ്ഞിട്ടില്ല, ഇതുവരെ കള്ളം പറയാത്തവർ ഞങ്ങൾ വിശ്വസിക്കും. എന്നാൽ ഞാൻ പറയാണ്, നിങ്ങൾ പരലോകം വരാനിരിക്കുന്നു, നിങ്ങളെല്ലാം സൃഷ്ടിച്ചൊരു റബ്ബുണ്ട്, ഏകനായ സൃഷ്ടാവ്, അവനെ മാത്രമേ നിങ്ങൾ ആരാധിക്കാവൂ എന്ന് പറഞ്ഞ തൗഹീദിന്റെ ആദ്യ സിദ്ധാന്തത്തിലേക്ക് വെച്ചപ്പോ അവരുടെ വിധം മാറി, അവിടെ കോള് മാറി. അബൂ ലഹബ് റസൂലുള്ളാഹിയുടെ അടുത്ത വൈദ്യ പറഞ്ഞു, തബ്ബലക് അലിഹാദാ ജമാഅതന, നാശം വരട്ടെ. പക്ഷെ അല്ലാഹു സുബ്ഹാനഹു വ തആല അബൂ ലഹബിനെ വിട്ടില്ല. അറിവില്ലായ്മ കൊണ്ട് ചെയ്യുന്ന കാര്യങ്ങൾ അല്ലാഹു സാധാരണ മാപ്പാക്കുമെങ്കിലും അബൂ ലഹബിനെ അല്ലാഹു കൈകാര്യം ചെയ്ത കാര്യം സൂറത്തുൽ ലഹബിലൂടെ തബ്ബത് യദാ അബീ ലഹബിൻ വതബ്ബ, റിസാലത്തിന്റെ നാവ് കൊണ്ട് പറഞ്ഞ പരമസത്യത്തിനെതിരെ തർക്കിക്കാമെന്ന അബൂ ലഹബ് എന്ന് പറഞ്ഞ ഈ അബൂ ലഹബിനെ അല്ലാഹു നശിപ്പിച്ചു കളഞ്ഞിരിക്കുന്നു എന്ന് പറയുന്ന സൂറത്തുൽ ലഹബ് നമ്മൾ ഓതി നോക്കിയാൽ അറിയാം, അല്ലാഹു ദഅവത്തിനെതിരെ, പ്രബോധനത്തിനെതിരെ നിന്നവനെ എങ്ങനെ കൈകാര്യം ചെയ്തു. ഞാൻ പറഞ്ഞു വന്നത്, ശക്തമായ താക്കീതുകാരനാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. അങ്ങനെ മുർസലീങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല അയച്ചത് മുബശ്ശിരീങ്ങളും മുൻദിരീങ്ങളുമായിട്ടാണ്, സന്തോഷവാർത്ത അറിയിക്കുന്നവരും താക്കീത് നൽകുന്നവരുമായിട്ടാണ്.
അപ്പൊ നമുക്ക് അല്ലാഹു കൃത്യമായ താക്കീതുകൾ തന്നിട്ടുണ്ട്. അലം യഅതികും നദീർ. നാളെ അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യരെ ഒരു കൂട്ടത്തെ സ്വർഗത്തിലേക്ക് ഒരു കൂട്ടത്തെ നരകത്തിലേക്ക് നയിക്കുമ്പോ നരകത്തിലേക്ക് പോകുന്നവരോട് മലക്കുകൾ ചോദിക്കുന്ന ചോദ്യമുണ്ട്, അലം യഅതികും നദീർ, താക്കീതുകാരൻ വന്നില്ലേ എന്നാണ്. ഇന്ന് നിങ്ങൾ ആർത്തലച്ച് നിലവിളിക്കുന്നുണ്ടല്ലോ, നിരാശപ്പെടുന്നുണ്ടല്ലോ, വിഷമിക്കുന്നുണ്ടല്ലോ, നിങ്ങൾക്ക് താക്കീതുകാരൻ വന്നില്ലായിരുന്ന താക്കീതുകാരൻ വന്നിരുന്നു. പക്ഷെ ഞങ്ങൾ വിശ്വസിച്ചില്ല, നമ്മൾ അതിനെ കളവാക്കുകയാണ് ചെയ്തത് എന്ന് അല്ലാഹുവിന്റെ ആ മലക്കുകളുടെ മുന്നിൽ ഈ മനുഷ്യന്മാർ പറയും അത്രേ. അപ്പൊ ഒരു ഉമ്മത്തും കടന്നു പോയിട്ടില്ല താക്കീതുകാരനില്ലാതെ. എല്ലാ ഉമ്മത്തിനും അല്ലാഹു താക്കീതുകാരനെ അയച്ചു. നമ്മുടെ മുന്നിലും താക്കീതുകാരുണ്ട്, നമ്മുടെ ശരീരത്തിലുമുണ്ട്, നമ്മുടെ മുന്നിലുമുണ്ട്. ഏതെങ്കിലും ഒരു വാഴ കേൾക്കാൻ ഇരുത്തിയാൽ, പ്രസംഗം കേൾക്കാൻ ഇരുത്തിയാൽ അതൊരു താക്കീതാണ്. അല്ലാഹുവിന്റെ വചനങ്ങൾ ഓതി കേട്ടോ, അതൊരു താക്കീതാണ്. അതവായി ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞ സംഭവം നമുക്കറിയാലോ. എന്താ, നിനക്കൊരു താക്കീതുകാരൻ പറഞ്ഞത് വരെ നീ മരിക്കും ഉമറേ എന്ന് പറയാൻ ഒരാളിനെ നിയമിച്ചു അത്രേ. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഒരു മുടി അങ്ങോട്ട് നരച്ചപ്പോ ഇനി മതി, ഇനി എനിക്ക് താക്കീത് തരാൻ ആളുണ്ട്. എന്റെ ശരീരത്തിന്റെ ഒരു മുടി നരച്ചപ്പോ എന്റെ മരണം അടുത്തിരിക്കുന്നു, മരണത്തിലേക്ക് തയ്യാറാകാൻ സമയമായിരിക്കുന്നു എന്ന താക്കീതുകാരൻ എന്റെ ശരീരത്തിൽ കടന്നുകൂടിയിരിക്കുന്നു എന്ന് പറയണ്ടായി. അപ്പൊ അതുകൊണ്ട് നമ്മുടെ താക്കീതുകാരൻ നമ്മുടെ മുന്നിൽ തന്നെയുണ്ട്. താക്കീതുകളെ വകവെച്ചില്ലെങ്കിൽ അപകടപ്പെട്ടു പോകും. ശക്തമായ വിചാരത്തിൽ താക്കീത് നമ്മുടെ മുന്നിലുണ്ട്, നമുക്കത് അറിയുകയും ചെയ്യാം. ഉള്ളിലിറങ്ങാത്തതിന്റെ കുഴപ്പമാണുള്ളത്. എന്നാൽ അവിശ്വാസികൾ അവർ നിരർത്ഥകമായത് കൊണ്ട് തർക്കിച്ചുകൊണ്ടേയിരിക്കും. ഇങ്ങനെ നമ്മൾ പറയുമ്പോ ഇനി പരലോകം ആഖിറം, അത് അപ്പോഴല്ലേ തർക്കം. നേരത്തെ പറഞ്ഞല്ലോ, കാനൽ ഇൻസാനു അക്സറ ചെയ്യുന്നതല്ല, മനുഷ്യൻ വല്ലാത്ത തർക്കമാണ്. എന്തിന് ഏതിന് തർക്കമാണ്? അങ്ങനെയുള്ള കുറെ തർക്കിക്കുന്നവരൊക്കെ സോഷ്യൽ മീഡിയയിലൊക്കെ കാണാം. ഒന്നിനെയും ആരെയും വിശ്വാസമില്ല, പടച്ചവനെ വിശ്വാസമില്ല, പരലോകത്തിന് വിശ്വാസമില്ല. ഐഹികമായ ജീവിതം മാത്രമാണ് മുന്നിൽ, അതിനപ്പുറം ഒരു ജീവിതത്തെ അവർ അംഗീകരിക്കുന്നില്ല. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. അപ്പോ ബാത്തിൽ കൊണ്ട് തർക്കിക്കുന്നവർ അവിശ്വാസികളാണ്. സത്യത്തെ തകർത്തെറിയാൻ വേണ്ടിയിട്ടാണ്. എന്റെ ദൃഷ്ടാന്തങ്ങളെയും അവരേതിനെ സംബന്ധിച്ചാണോ താക്കീത് നൽകപ്പെട്ടത് അതിനെ അവർ കളിയാക്കും, അവർ പരിഹസിക്കും. എന്നിട്ട് അല്ലാഹു ചോദിക്കുന്ന ഒരു ചോദ്യം, അല്ലാഹുവിന്റെ ആയാത്തുകളെ ഓർമ്മിപ്പിക്കപ്പെട്ടിട്ട്, അല്ലാഹുവിന്റെ ആയത്തുകളെ പറഞ്ഞു കേൾപ്പിക്കപ്പെട്ടിട്ട് പിന്നെ അതിൽ നിന്ന് അശ്രദ്ധമായി കളയുന്ന ഒരുത്തനേക്കാൾ വലിയ അക്രമി ആരാണുള്ളത്? അല്ലാഹുവിന്റെ ചോദ്യമാണ്. ഏറ്റവും വലിയ തോലിമാരാ മിമ്മൻ, ഒരുത്തനേക്കാൾ അവന്റെ നാഥന്റെ ആയത്തുകൾ പറഞ്ഞിട്ട് താക്കീതിന്മേലെ താക്കീതായിട്ട് നൽകപ്പെട്ടില്ലേ? പരലോകമുണ്ട്, സ്വർഗമുണ്ട്, ഖബറുണ്ട്, ബർസഖുണ്ട്, യാത്ര ചെയ്യേണ്ടി വരുമേ, വേറെ ഏതിനും ഗ്യാരണ്ടിയില്ല. പക്ഷെ മരണത്തിന് 100% ഗ്യാരണ്ടിയ, മനുഷ്യന് ഗ്യാരണ്ടിയില്ല, ഒന്നിനും ഗ്യാരണ്ടിയില്ല. പക്ഷെ മരിക്കുമെന്നത് ഉറപ്പാ. മരണമല്ലാത്തതെല്ലാം സാധ്യതകൾ മാത്രമാണ്. നമ്മൾ എന്തെല്ലാം സെറ്റപ്പുകൾ ചെയ്യുന്നു ഭൗതിക ജീവിതത്തിൽ. നമ്മൾ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നു, വിവാഹത്തിന് തയ്യാറെടുക്കുന്നു, വീട് വെക്കാൻ തയ്യാറെടുക്കുന്നു, പലതും. എന്തുണ്ട് നാളെ ജീവിച്ചിരിക്കുമെന്നുള്ള ഉറപ്പ് ഒന്നുമില്ലാത്ത, ഒരു സാധ്യതയുമില്ലാത്തതിനും എത്ര വലിയ തയ്യാറെടുപ്പും ടെൻഷനുമാണ് നമുക്കുള്ളത്. പക്ഷേ 100% ഉറപ്പുള്ള മരണത്തിനും അത്രത്തോളം ഉറപ്പുള്ള പരലോകത്തിനും ഖബറിനും ബർസഖിനും വിചാരണയ്ക്കുമൊന്നും ഒരു യാതി അങ്കലാപ്പ് നമുക്കില്ലല്ലോ. തന്റെ റബ്ബിന്റെ ദൃഷ്ടാന്തങ്ങളെ ഓർമ്മിക്കപ്പെട്ടതിന് ശേഷവും പിന്തിരിഞ്ഞു കളയുന്നവനേക്കാൾ വലിയ അക്രമി ആരാണുള്ളത്? അവൻ മുൻകൂട്ടി ചെയ്തു പോയതിനെ മറന്നു കളയുകയാണ് അവൻ ചെയ്യുന്നത്. നമ്മളൊക്കെ എന്തെല്ലാം ചെയ്തു വെച്ചു ഈ ദുനിയാവിൽ, ഇതെല്ലാം റെക്കോർഡല്ലേ അല്ലാഹുവിന്റെ മുന്നിൽ. നേരത്തെ പറഞ്ഞ സംഭവത്തിനെന്ന പോലെ നമ്മുടെ മുന്നിൽ അല്ലാഹു എടുത്ത് കാണിച്ചു തരൂലേ? നിന്റെ ജീവിതം ഈ പേജുകളിലുണ്ട്, നീ പറഞ്ഞതും ചിന്തിച്ചതും കാട്ടിയതും കൂട്ടിയതെല്ലാം ഈ സഹീഫത്തിലുണ്ട് എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് തർക്കവാദമാണ് അവിടെ ഉന്നയിക്കാൻ കഴിയുക?
മുൻകൈകൾ ചെയ്തതിനെ മറന്നു കളഞ്ഞവനേക്കാൾ അക്രമി ആരാ ഉള്ളത്? എന്താ പറയാ? ഇന്നാ ജഅൽനാ അലാ ഖുലൂബിഹിം അകിന്നതൻ, അവരുടെ ഹൃദയങ്ങളിൽ നാം ഒരു മറയിട്ട് കൊടുക്കും. അവിടെ ഹൃദയങ്ങളിൽ ഒരു കട്ടിയായ ഒരു കാര്യം വെച്ചു കൊടുക്കും. ഈ ആയാത്തുകൾ കേൾക്കുമ്പോ, ഖുർആൻ കേൾക്കുമ്പോ അത് ഉൾക്കൊള്ളാനും മനസ്സിലാക്കാനും കഴിയാത്ത തരത്തിൽ അവന്റെ ഹൃദയങ്ങളിൽ ഒരു ആവരണം ഇട്ട് കൊടുക്കുമ്പോ അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. അവന്റെ ചെവികളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മൂടിയിട്ട് കൊടുക്കും അത്രേ. നോക്കി, അള്ളാന്റെ ഖുർആൻ വ്യക്തമായിട്ട് അതിന് വഴികാട്ടാൻ. പക്ഷെ എന്തെല്ലാം നമ്മൾ കേട്ടു, നമ്മൾ കണ്ടു, നമ്മൾ പലതും കണ്ടില്ല. എന്തുകൊണ്ട്? മൂടികൾ വീണിപ്പോയോ? സൂറത്ത് മുഹമ്മദിൽ അല്ലാഹു ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്. നിങ്ങൾ ഖുർആൻ ചിന്തിക്കുന്നില്ലേ? എന്താ നിങ്ങളുടെ ഹൃദയങ്ങളിൽ പൂട്ട് വീണുപോയോ? ലോക്ക് വീണുപോയോ? ഹൃദയങ്ങളിൽ ലോക്ക് വീണുപോയതാണോ നിങ്ങളുടെ പ്രശ്നം? നിങ്ങളുടെ മുന്നിൽ ഖുർആൻ ആയത്ത് എത്രയോ പ്രാവശ്യം ഓതി കേട്ടു, എത്രയോ അർത്ഥങ്ങൾ കേട്ടു, ആശയങ്ങൾ കേട്ടു, ഖുർആൻ ക്ലാസ്സുകൾ കേട്ടു. എന്തേ മാറാത്തത്? എന്തേ പരിവർത്തനത്തിന്റെ വഴിയിൽ സഞ്ചരിക്കാത്തത്? ഇനി എന്തിനാണ് കാത്തു നിൽക്കുന്നത്? ഇനി എന്നാണ് നമുക്ക് നേരം വരുന്നത്? അല്ലാഹു ചോദിക്കുകയാണ്. ഖുർആനെ തദബ്ബുർ ചെയ്യുന്നില്ലേ? ചിന്തിക്കുന്നില്ലേ? അല്ലാഹു പറയാം, ഇങ്ങനെ കേട്ട് അവഗണിച്ച് വരുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഹൃദയങ്ങളിൽ മൂടിയിട്ടേ, ചെവികളിൽ മറവച്ചേ, പിന്നൊന്നും അങ്ങോട്ട് കേറൂല, പിന്നൊന്നും അങ്ങോട്ട് ഇറങ്ങൂല. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. وَإِن تَدْعُهُمْ إِلَى الْهُدَى فَلَن يَهْتَدُوا إِذًا أَبَدًا. അങ്ങനെ മുടിയിട്ടാൽ, അങ്ങനെ സീൽ വെക്കപ്പെട്ടാൽ പിന്നെ എന്ത് സംഭവിക്കും? പിന്നെ എത്ര ഹിദായത്തിന്റെ വർത്താനം കേട്ടാലും അവർ ഹിദായത്തിലേക്ക് വരില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല മനസ്സിലാക്കാൻ ശ്രമിക്കട്ടെ. കേൾക്കുന്ന കാര്യങ്ങൾ കുറച്ചാണെങ്കിലും ചെറുതാണെങ്കിലും അത് അപ്പോഴെപ്പോഴും അമലുകളിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ നടത്തുക. അള്ളാഹുവിന്റെ ആയത്തുകൾ ഓതി കേൾക്കുമ്പോ, റഹ്മത്തിന്റെ കേൾക്കുമ്പോ കൊതിക്കുക, പ്രാർത്ഥിക്കുക. അദാബിന്റെ കേൾക്കുമ്പോ അതിൽ നിന്ന് കാവലിനെ തേടുക. നല്ലൊരു സത്യവിശ്വാസിയുടെ ലക്ഷണമാണ്. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല തൊട്ട് ശേഷം പറയുന്നത് എന്താ? പടച്ചറബ് എത്ര താക്കീത് നൽകിയാലും, പടച്ചറബ് എത്ര കടുപ്പിച്ചാലും, പിന്നെ അതിനുശേഷം കരുണയുടെ സ്നേഹത്തിന്റെ കരങ്ങൾ കൊണ്ടൊരു തലോടൽ നമുക്ക് തരും. അത് അള്ളാഹുവിന്റെ പ്രത്യേകതയാണ്. അള്ളാഹു എങ്ങാനും നരകത്തിന്റെ പരലോകത്തിന്റെ കെടുതികളെ സംബന്ധിച്ച് ഒരു പേജിൽ പറഞ്ഞു തീർത്തിരുന്നെങ്കിൽ ഉണ്ടല്ലോ, സത്യവിശ്വാസികൾക്ക് ഓടി തീർക്കാൻ കഴിയില്ലായിരുന്നു. അത്രയ്ക്കാണ് പരലോകത്തിന്റെ അവസ്ഥ. പക്ഷെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പുട്ടിന് തേങ്ങയിടും പോലെ കുറച്ച് സന്തോഷം പറയും, കുറച്ച് കടുപ്പം പറയും, കുറച്ച് സ്വർഗം പറയും, കുറച്ച് നരകം പറയും, കുറച്ച് എളുപ്പം പറയും, കുറച്ച് ദുഃഖം പറയും. ഇങ്ങനെ കലർത്തിയിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിന്റെ ഖുർആനെ ക്രമീകരിച്ച് വെച്ചിരിക്കുന്നത്. ഇപ്പൊ ഇവിടെ പറഞ്ഞു, വലിയ താക്കീദിന്റെ കാര്യം പറഞ്ഞു, വലിയ പ്രശ്നത്തിന്റെ കാര്യം പറഞ്ഞു. ഇതിന്റെ പറഞ്ഞൊക്കെ താങ്കളുടെ റബ്ബ് വല്ലാതെ പുറത്തുവരുന്നവനാണ്. എങ്ങനെ? വല്ലാതെ പുറത്തുവരുന്നവനാണ്. ഗഫൂർ എന്ന വാക്കിന്റെ അർത്ഥം, ഗഫൂർ എന്ന് പറഞ്ഞാൽ ഗഫാർ പോലെ അർത്ഥവ്യാപ്തിയുള്ള ഒരു പ്രയോഗമാണ്. നോർമലി അർത്ഥത്തിന് ഗാഫിർ എന്ന മതി, പെറുക്കുന്നവൻ. പക്ഷെ ഗഫൂർ എന്ന് ഫഊൽ വസീനിൽ വരുമ്പോ വല്ലാതെ പെറുക്കുന്നവൻ, ജഹൂദ് വല്ലാതെ നിഷേധിക്കുന്നവൻ, ശക്കൂർ വല്ലാതെ നന്ദി ചെയ്യുന്നവൻ. മനസ്സിലായില്ലേ? പക്ഷെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ അങ്ങനെ പ്രയോഗിക്കുന്നത് ഗഫൂർ, പടച്ചറബ് വല്ലാതെ പെറുക്കുന്നവനാണ് കേട്ടോ. നിങ്ങളിത് കേട്ടിട്ട് പേടിക്കുക, നിരാശപ്പെടാൻ വേണ്ട. അല്ലാഹുവിലേക്ക് മടങ്ങി നല്ല മാസവും നല്ല സാഹചര്യവും നല്ല ചുറ്റുപാടൊക്കെയാണ് നമ്മുടെ മുന്നിൽ ഒരുങ്ങിയിരിക്കുന്നത്. ഒന്ന് തയ്യാറായാൽ മതി. അള്ളാഹു വല്ലാതെ പുറത്തുന്നവനും വല്ലാതെ കരുണ ചെയ്യുന്നവനുമാണ്. എന്നിട്ടല്ല പറയുന്നത് സംഗതി, ഈ മനുഷ്യന്മാര് ചെയ്തു വെക്കുന്ന ഈ പ്രവർത്തനങ്ങളെ അപ്പം അള്ളാഹു പിടിച്ച് ശിക്ഷിക്കാൻ അള്ളാഹു റെഡിയായിരുന്നെങ്കിൽ, അള്ളാഹു തീരുമാനിച്ചിരുന്നുവെങ്കിൽ അപ്പം കൊടുക്കുമായിരുന്നു. നമ്മളൊക്കെ ഈ നിലയ്ക്കൂടെ ഇരിക്കില്ലായിരുന്നു. നമ്മളൊക്കെ ചെയ്തു വെച്ചത് നമ്മളൊക്കെ കാട്ടിക്കുട്ടി വെച്ച് നോക്കുമ്പോഴേ അപ്പോഴെപ്പോഴും അടി കിട്ടിയിരുന്നെങ്കിൽ നമ്മളൊന്നും ഈ നിലയ്ക്കൂടെ ഇരിക്കില്ലായിരുന്നു. അല്ല പറയണം, അവരെ പിടിച്ച് ശിക്ഷിച്ചിരുന്നു എങ്കിൽ അവർ സമ്പാദിച്ചു കൂട്ടുന്ന കാര്യങ്ങളുടെ പേരിൽ അപ്പ കൊടുക്കുമായിരുന്നു.
പക്ഷേ ബല്ലഹും മൗഇദുൻ, അവർക്ക് കൃത്യമായ ഒരു ടൈമുണ്ട്. ലൻ യജിദൂ മിൻ ദൂനിഹി മൗഇലാ, ആ സമയം വന്നാൽ, ആ ദിവസം വന്നാൽ പിന്നൊരു ആരെയും അഭയം കിട്ടുകയില്ലവന്, പിന്നൊരു രക്ഷാസങ്കേതമില്ലവന്. അവന്റെ സമയങ്ങളും അവസരങ്ങളും അവന്റെ താക്കീതുകളുമെല്ലാം കഴിഞ്ഞുപോയി. അവസരങ്ങൾ 1000 വന്നുപോയി. റജബുകൾ എത്രയോ വന്നു, വെള്ളിയാഴ്ചകൾ എത്രയോ വന്നു, ഖുർആൻ ക്ലാസുകൾ എത്രയോ വന്നു. മാറണ്ടേ, മാറി ചിന്തിക്കണ്ടേ. പക്ഷേ സമയം വന്നാൽ അതിനൊരു കൃത്യമായ മൗഇദ് വെച്ചിട്ടുള്ളത് എത്തിച്ചേർന്നാൽ പിന്നൊരു അഭയസ്ഥാനം, പിന്നൊരു സങ്കേതം ഒരു കിട്ടുകയില്ല. ഒരു ഗ്രാമത്തെ തന്നെ അല്ലാഹു നശിപ്പിച്ചതിനെ കുറിച്ചാണ് പറയുന്നത്. എപ്പോ അക്രമം പ്രവർത്തിച്ചാൽ ഒരു നാട്ടിൽ കുറച്ചെങ്കിലും അല്ലാഹുവിനെ സൂക്ഷിക്കുന്നവരും ശ്രദ്ധിക്കുന്നവരും ഉണ്ടാവുകയും അവര് മറ്റുള്ളവരെ താക്കീത് ചെയ്യുകയും ദഅവത്തിന്റെ പ്രവർത്തനം ചെയ്ത് നന്മ കൽപ്പിക്കലും തിന്മ തടയലുകളും യാഥാർത്ഥ്യമാക്കി സമൂഹത്തിന്റെ പ്രബോധന പ്രചാരണ പ്രവർത്തനങ്ങൾ സജീവമായി തിന്മയിൽ നിന്ന് കൈപിടിച്ചുയർത്തിയിട്ടില്ല എങ്കിൽ അല്ലാഹു മുഴുവനെ നശിപ്പിച്ചു കളയും. അല്ലാഹു മുഴുവനെ നശിപ്പിച്ചു കളയും. അവരുടെ നാശത്തിന് വേണ്ടി അല്ലാഹു ഒരു കൃത്യമായ സമയം നിശ്ചയിച്ചു വെച്ചിട്ടുണ്ട്. ആ സമയത്തിലേക്ക് എത്തുമ്പോൾ അല്ലാഹുവിന്റെ തീരുമാനം അങ്ങ് നടപ്പിലാക്കുക. അപ്പൊ അതുകൊണ്ട് നമ്മുടെയൊക്കെ തീരുമാനങ്ങൾ എപ്പോഴാണ് നടപ്പിലാകുന്നത്? നമ്മളെയൊക്കെ പരലോകം എന്ന യാഥാർത്ഥ്യത്തിലേക്ക് നമ്മൾ എപ്പോഴാണ് ബന്ധപ്പെടുന്നത്? നമ്മുടെ തൊണ്ടക്കുഴിയിൽ നിന്ന് റൂഹ് പോകുമ്പോ അതെപ്പോഴാണെന്ന് ഒരു ഗ്യാരണ്ടി ആർക്കില്ല. അതുമുതൽ നമ്മൾ ഈ പരമയാഥാർത്ഥ്യങ്ങളുമായിട്ട് നേരിട്ട് ബന്ധപ്പെടാൻ തുടങ്ങും. അതുവരെയാണ് ചാൻസ് മുഴുവൻ. തൊണ്ടയിൽ റൂഹ് എത്തുന്നവരെ സമയം മുഴുവൻ, അവസരങ്ങൾ മുഴുവൻ. ആ അവസരങ്ങൾ ഉപയോഗപ്പെടുത്തുക. അൽ കയ്യിസു മൻ ദാന നഫ്സഹു അനിൽ ലിമാ ബഅദൽ മൗത്ത്. മരണത്തിന് ശേഷമുള്ള കാര്യത്തെ ചിന്തിച്ച് മരണത്തിന് മുമ്പേ തയ്യാറെടുക്കുന്നവൻ എത്രയോ ബുദ്ധിമാൻ. അല്ലാത്തവൻ മോഹങ്ങൾ വെച്ചിരിക്കുന്ന വൽ ആജിസു മൻ തമന്നാ അലല്ലാഹി അമാനിയ. ശരിയാവാ, ഇനിയും വരൂല റമദാൻ, ഇനിയും വരൂല റജബ്, ഇനിയില്ല വെള്ളിയാഴ്ച. ഒരു വെള്ളിയാഴ്ച കൊണ്ട് തീരെയൊന്നും ഇല്ലല്ലോ. ശൈത്താൻ വസയ്യന ലഹും അഅമാലഹും, വീണ്ടും വീണ്ടും പിന്നിലാക്കി നീട്ടി കൊണ്ടുപോയിക്കൊണ്ടിരിക്കും. അരിതരിതേ അരിതി. തസ്വീഫ്, പിന്നെയാക്കുകൾ എന്ന് പറയുന്നത് ശൈത്താനിയത്താണ്. അപ്പോഴെപ്പോഴും നന്മകളിലേക്ക് ഓടിയെടുക്കുന്നവൻ, പെട്ടെന്ന് നന്മയിലേക്ക് ഓടിയെടുക്കുന്നവൻ, അതാണ് സത്യവിശ്വാസി. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ മനസ്സിലാക്കി അമലുകളിലേക്ക് വരും. തയ്യാറെടുക്കാൻ, മാറ്റത്തെ കുറിച്ച് ചിന്തിക്കാൻ. ഒരേ റജബ് മാറ്റങ്ങൾ ഉണ്ടാകട്ടെ, ഒരേ ശബാൻ, ഒരേ റമദാൻ നമ്മൾ വ്യത്യാസങ്ങൾ വരുത്തട്ടെ. അങ്ങനെ നമ്മുടെ ആയുസ് ഇങ്ങനെ പിഴിഞ്ഞു പോകുമ്പോൾ അള്ളാഹുവിന്റെ സവിധത്തിലേക്ക് എടുത്തു വെക്കാൻ, അള്ളാഹുവിന്റെ മുന്നിലേക്ക് കൊണ്ടുവച്ചാൽ അള്ളാഹു സ്വഹീഫത്ത് എടുത്ത് കാട്ടുമ്പോൾ ഇങ്ങനെയൊക്കെ നീ ചെയ്തില്ല എന്ന് ചോദിക്കുന്ന സാഹചര്യമല്ലാതെ ആ സ്വഹീഫത്തിലുള്ള തിന്മകളെ, അരുതായ്മകളെ ഇവിടെ വെച്ച് തന്നെ മാറ്റി കളഞ്ഞിട്ട് പോകാൻ, ഡിലീറ്റ് ചെയ്തിട്ട് പോകാൻ അള്ളാഹു നമുക്ക് അവസരം ഒരുക്കി തരട്ടെ. ഇങ്ങനെ ഡിലീറ്റ് ചെയ്യാനുള്ള മാസത്തിന്റെ പേരാണ് റമദാൻ. ലിഅന്നഹു യുർമിദു ദുനൂബ, കാരണം അത് പാപങ്ങളെ ഡിലീറ്റ് ചെയ്യും. റമദാൻ എന്ന് പേര് കിട്ടിയത് അതുകൊണ്ടാണ്. എന്താണ്? ലിഅന്നഹു യുർമിദു ദുനൂബ, അത് പാപങ്ങളെ മൊത്തം ഡിലീറ്റ് ചെയ്തറിയും. ഡിലീറ്റ് ചെയ്താൽ എന്താ പ്രശ്നം? പിന്നൊന്നും കാണില്ല. ടോട്ടലി ഫുള്ളി റീസ്റ്റോർ ആണ്. മൊത്തത്തിൽ റീസെറ്റ് ചെയ്യണം, ഫാക്ടറി റീസെറ്റ് ചെയ്യണം. ക്ലിയർ ആണ്. ഉമ്മ വെറ്റ കുഞ്ഞിനെ പോലെ നമ്മൾ മാറുകയാണ്. പക്ഷെ അതിന് റമദാനിൽ കയറിയിട്ടല്ല ചെയ്യാനെന്നാ പറയുന്നത്. അത് ഇവിടുന്നേ തുടങ്ങണം, ഇവിടുന്ന് വിത്തിടണം. അതിനുള്ള അടുത്ത സീസണിൽ അതിന് നനച്ചു കൊടുക്കണം. നമ്മൾ ഹലരിയും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് പോലെ. ഹലരിയുമൊക്കെ നമ്മുടെ ജീവിതത്തിന്റെ നല്ല മാതൃകകളാണ്. അള്ളാഹുവിന്റെ കുദ്റത്തിനെ കാത്തുവെക്കുന്ന, അള്ളാഹുവിന്റെ കുദ്റത്തിനെ പ്രതീക്ഷിക്കുന്ന, അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങൾ അനുഭവിച്ചറിയുന്ന ഇതുപോലെ ഒരു പ്രൊഫഷൻ വേറെയില്ല. കൃഷിയെ സംബന്ധിച്ച്, കർഷകവൃത്തിയെ സംബന്ധിച്ച് അള്ളാഹുവിന്റെ ഖുർആൻ എത്ര സ്ഥലത്താ പറഞ്ഞിരിക്കുന്നത്? ഒരു സത്യവിശ്വാസിക്ക് നൽകുന്ന ഏറ്റവും നല്ല പ്രൊഫഷൻ കർഷകനാകുക എന്നതാണ്. ദുനിയാവും ആഖിറത്തിന്റെ കൃഷിയിടമാണ്. നമ്മൾ ഓരോരുത്തരും സാരികളാണ്, മീൻസ് ഫാർമേഴ്സ്, കൃഷിക്കാരാണ്. സൂറത്തുൽ വാഖിയയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദ്യം ചോദിക്കുന്നു, അഅൻതും തസ്റഊനഹു അം നഹ്നു സാരിഊൻ? നിങ്ങളാണോ കൃഷി ഇറക്കുന്നത്, ഞാനാണോ കൃഷി ഇറക്കുന്നത്? നിങ്ങളാണോ കർഷകർ, അതല്ല ഞാനാണോ കർഷകർ? അല്ലാഹു പറയാം,
അപ്പൊ ഒരു ധാന്യം കൊണ്ട് ഭൂമിയിൽ ഇട്ടിട്ട് ഇങ്ങനെ കാത്തിരിക്കുന്ന ഒരു സത്യവിശ്വാസി, അത് അള്ളാഹുവിന്റെ കുദ്റത്ത് കൊണ്ട് അതിൽ ഇല വന്നതും അതിന് തളിര് വന്നതും ഇല വന്നതും ശിഖരം വന്നതും അത് രണ്ട് സംഗതിയാണ് പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ സഹാബത്തിന് അള്ളാഹു പരിചയപ്പെട്ടത് മുഹാജിരീങ്ങൾ അൻസാറുകളാണ്. അതിൽ ഒരു വിഭാഗം ബിസിനസ് ചെയ്തു, ഒരു വിഭാഗം കൃഷി ചെയ്തു, ഒരു വിഭാഗം കച്ചവടക്കാരാണ്, ഒരു വിഭാഗം കർഷകരാണ്. പക്ഷെ അന്നുള്ള കച്ചവടം എന്ന് പറഞ്ഞാൽ വേറൊരു നാട്ടിൽ പോയി സാധനം എടുത്ത് സ്വന്തം നാട്ടിൽ നിന്ന് വിറ്റ് ലാഭം എടുക്കണം. പക്ഷെ അത്തരത്തിലൊരു ബിസിനസ് കച്ചവടം ഇന്നത്തെ കാട്ടിൽ നമുക്ക് സാധ്യമല്ല. നമുക്ക് എല്ലാവർക്കും അറിയാം, ഇന്നത്തെ ബിസിനസ് സങ്കല്പങ്ങളും അതിന്റെ സ്ട്രാറ്റജികളും എല്ലാം മാറിപ്പോയിട്ടുണ്ട് ഒരുപാട്. ഇന്നൊക്കെ സത്യസന്ധമായിട്ടൊക്കെ ബിസിനസ് ചെയ്താൽ അവസാനം ആത്മഹത്യനെ കണക്ക് വീട്ടിയിരിക്കേണ്ടി വരും. അപ്പൊ അതുകൊണ്ട് അങ്ങനെയൊന്നും ചെയ്യാൻ പറ്റില്ല. നാല് പേര് അവനെന്ത് കാണിച്ചു, ഇവനെന്ത് കാണിച്ചു, സംഘടന എന്ത് കാണിച്ചു, നാട്ടിൽ എന്ത് കാണിച്ചു, അത് കാണിച്ചെങ്കിലേ പറ്റും, അല്ലെങ്കിൽ വീട്ടിൽ ഇരിക്കേണ്ടി വരും. ഈടി വരും, ഈടിയെ വിളിക്കും, വീട്ടിൽ ഇരുത്തും. അതാണ് ബിസിനസ്. പക്ഷെ കൃഷിയിൽ അതില്ല. കർഷകൻ എന്ന പ്രൊഫഷനിൽ അതില്ല. അത് പൂർണ്ണമായിട്ടും നല്ല കൈകൊണ്ടുണ്ടാക്കിയ ഭക്ഷണം കഴിക്കണോ, ഹലാല് കഴിക്കണോ, അധ്വാനിച്ച് കഴിക്കണോ. ഒരു മനുഷ്യൻ കഴിക്കുന്ന ഭക്ഷണത്തെ ഏറ്റവും നല്ലത് ഏതാണ്? അവന്റെ കൈകൊണ്ട് സമ്പാദിച്ചുണ്ടാക്കിയതാണ്. അപ്പൊ ഒരു കർഷക സംസ്കാരം നമ്മൾ ഓരോരുത്തരും വളർത്തിയെടുക്കണം. നമ്മളെ പഠിച്ചു വരുന്ന തലമുറയിൽ, വിദ്യാർത്ഥികളിൽ ഇത് ഉണ്ടാകണം. അടുത്തൊരു തലമുറയ്ക്ക് ഇത് കാട്ടിക്കൊടുക്കണം. നമുക്കറിയാം, നമ്മുടെ നാട്ടിലേക്ക് ചെക്ക് പോസ്റ്റ് കഴിഞ്ഞ ഒരു പാണ്ടി ലോറി കടന്നു വന്നില്ലെങ്കിൽ അന്നത്തെ അന്നം മുട്ടിപ്പോകുന്ന ഒരു ഗതികേടിലാണ് നമ്മുടെ നാട് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. സ്വന്തമായിട്ട് വിളയിച്ചെടുക്കാൻ സർവ്വ സംവിധാനങ്ങളും എല്ലാം ഉണ്ടായിട്ടും എല്ലാം ആന്ധ്രക്കാരനും അതുപോലെ തന്നെ കർണാടകക്കാരനും തമിഴ്നാട്ടുകാരനും കൊണ്ടുവരട്ടെ, പൈസയും കൊണ്ട് കാത്തിരിക്കുന്ന ഒരു ഉപഭോഗ സംസ്കാരത്തിന്റെ ആൾക്കാരായിട്ട് നമ്മൾ കേരളക്കാർ മാറി. പക്ഷെ അതൊക്കെ തിരുത്തിയെഴുതണം. അതിനൊക്കെ ഒരു നല്ലൊരു തുടക്കമാകട്ടെ നമ്മൾ ആദരിക്കണം. നമ്മുടെ സ്ഥാപനങ്ങളിലാകുമ്പോൾ, പഠിച്ചു വരുന്ന വിദ്യാർത്ഥികളിലാകുമ്പോൾ അതിലൊക്കെ നല്ല വ്യത്യാസമുണ്ട്. അൽഹംദുലില്ലാ. ആ കുട്ടികൾ അത് നല്ല കാണാനുമുണ്ട്. ഈ അടുത്ത് അവിടെ ക്യാൻറ്റീനിൽ പാചകക്കാരനെ വിളിച്ചിട്ട്, സാറേ കുട്ടികൾ കടല കൊണ്ട് നട്ടിട്ട് അതിനെ മുളപ്പിച്ചിട്ട് അതിന്റെ വിളഞ്ഞിരിക്കും. അത്ഭുതപ്പെട്ടു. നമ്മളൊന്നും ഇത് കണ്ടിട്ടില്ല. കടല ദോശയ്ക്ക് തിന്നാൻ കൊടുത്ത കടല കൊണ്ട് നട്ടുപോലും അവർ ചിന്തിച്ചു നോക്കണം. കുട്ടികളിൽ ഉണ്ടാക്കിയ ഒരു സാംസ്കാരിക വ്യതിയാനം, ഒരു വ്യത്യാസം അതാണ്. എന്തും കൊണ്ട് നട്ട് ഒരു നിർമ്മാണാത്മകമായ ഒരു നല്ലൊരു സംസ്കാരത്തെ, നല്ലൊരു സമൂഹത്തെ വാർത്തെടുക്കാൻ ഇതുപോലെ വേറെ ഏതൊരു സംഗതിയാണ്. അല്ലാഹു കബൂലാക്കട്ടെ. ഞാൻ വിശദീകരിക്കുന്നില്ല. നമുക്ക് ഇൻഷാ അല്ലാഹ് നല്ല വിശദമായിട്ട് പറയുന്ന ഒരു വേദി നമുക്ക് വരുന്നുണ്ട്. ഇത് നല്ല